പ്രിയപ്പെട്ട ഇടവക്കാരെ, മറ്റ് സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ നമ്മുടെ പള്ളിയുടെ ഒരു ഇടവക പൊതുയോഗം വിളിക്കുകയുണ്ടായി. ഇടവക പൊതുയോഗത്തിൽ ചില വിഷയങ്ങളെല്ലാം ബഹുമാനപ്പെട്ട വികാരിയും സഹവികാരിയും വിളിച്ചു പറഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്. സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇടവക പൊതുയോഗം വിളിച്ചില്ലേ എന്നൊരു ചോദ്യം കേൾക്കാൻ രസമുണ്ട്. അങ്ങനെ ഇടവക പൊതുയോഗം വിളിച്ചാൽ പള്ളിയുടെ 1110 ഉടമ്പടിയുടെ 10ാമത്തെ ക്ലോസും 14ാമത്തെ ക്ലോസും അനുസരിച്ച് ഇടവക പൊതുയോഗം വിളിക്കാനായിട്ട് ആവശ്യപ്പെട്ടാൽ 14ാമത്തെ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 100-ൽ കുറയാത്ത അംഗങ്ങൾ ഒപ്പിട്ട് കൊടുത്താൽ പൊതുയോഗം ഏത് സമയവും വികാരി വിളിച്ചിരിക്കണം. അതിന് യാതൊരുവിധ മാറ്റവും വരുത്താൻ പാടില്ല. ഇതാണ് ഈ തന്നാണ്ട് സംഘം ചാർജ് എടുത്തതിന് ശേഷം 4ാമത്തെ പ്രാവശ്യമാണ് ഈ ഉടമ്പടി വലിച്ചെറിയുന്നത്. ഈ ഉടമ്പടിയെ വലിച്ചു കീറിക്കൊണ്ട് നമ്മുടെ പള്ളിയുടെ പൂർവികരായിട്ട് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ഉടമ്പടിയെ വലിച്ചു കീറിക്കൊണ്ട് ചവിട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. പള്ളിയില് വിളിച്ചു പറയേണ്ടിരുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് 20,40,000 രൂപ കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണെന്നാണ് പോലും പറയണത്. ഞാൻ ഒരൊറ്റ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ആരെയും പരാമർശിക്കുന്നില്ല, ആരെയുടെ പേരും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ പള്ളിയുടെ മാനേജിങ് കമ്മിറ്റിയിൽ എത്ര മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്? 35 പേര്. 33 പേരും അറിഞ്ഞില്ല ഈ 20,40,000 രൂപ കട്ടുകൊണ്ട് പോയത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം, കാലങ്ങൾക്ക് ശേഷമാണ് ഒരു കൈക്കാരൻ കണ്ടുപിടിച്ചത്. കൈക്കാരൻ കണ്ടുപിടിച്ചിട്ടും അത് ഒളിച്ചു വെച്ചോ മറ്റൊരു കമ്മിറ്റിക്കാരൻ, ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരു കമ്മിറ്റിക്കാരനാണ് മാനേജിങ് കമ്മിറ്റിയിൽ അത് അവതരിപ്പിച്ചത്. അപ്പോൾ ഈ കളവിന് എല്ലാവരും കൂട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ 1110 ഉടമ്പടി വലിച്ചു കീറാനായിട്ട് പള്ളിയുടെ മാനേജിങ് കമ്മിറ്റി ഒന്നിച്ചു നിൽക്കുന്നു. തീർന്നോ? തീർന്നില്ല. അപ്പൊ ഈ ചെറിയ പള്ളിയുടെ മാനേജിങ് കമ്മിറ്റി മാത്രമല്ല, സഭാ നേതൃത്വത്തിനും മറ്റ് പലർക്കും 1110 ഉടമ്പടി ഒരു തലവേദനയാണ്. അത് വലിച്ചു കീറി ഇല്ലായ്മ ചെയ്യണം. അത് ആരുടെയും അങ്ങനെ ഒരു വസ്തുത ഇവിടെ ഉണ്ട് എന്ന് വരുത്തുന്നത് സഭാ നേതൃത്വത്തിന് തലവേദനയാണ്. അതുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ ഇത് പരമാവധി ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇത് സമ്മതിച്ചു കൊടുക്കാവുന്ന ഒരു വസ്തുതയാണോ എന്നാണ് ചോദിക്കുന്നത്. പാവപ്പെട്ട ഇടവക്കാരായ 3 പേര് കക്ഷി ചേർന്നുകൊണ്ട് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞതായ 1110 ഉടമ്പടിയെ കേസ് പറഞ്ഞ് ജയിപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ ശ്രീമാൻ കെ ജോസഫ്, തന്നാണ്ട് കൈക്കാരനായ കെ ജോസഫും പള്ളിമാലിലെ അഡ്വക്കേറ്റ് റോയിയും ഇവിടെ 1110 ഉടമ്പടി ഇല്ല, ആ ഉടമ്പടി അനുസരിച്ചല്ല അവിടെ ജയിച്ചിരിക്കുന്നത്, 1934-ഉം 2004 അനുസരിച്ചാണ് ജയിച്ചു വന്ന് 2002 അനുസരിച്ചാണ് ജയിച്ചു വന്നിരിക്കുന്നത് എന്ന് ഇടവക്കാരോട് നമ്മുടെ പള്ളി എന്ന ഗ്രൂപ്പില് ഉടനീളം പ്രസ്താവിച്ചിട്ടുണ്ട്. അതിന് സപ്പോർട്ട് ആയിട്ട് ഒരു CK വേവു അത് പിന്നെ കണക്കാക്കാനില്ല. ഇതൊക്കെയാണ് ഇടവക്കാരെ വിശേഷങ്ങൾ. എന്തിനാണ് സഭാ നേതൃത്വം 1110 ഉടമ്പടിയെ ഇല്ലാതാക്കുന്നത്? എന്തിനാണ് തന്നാണ്ട് സംഘം 1110 ഉടമ്പടിയെ ഇല്ലാതാക്കുന്നത്? എന്തിനാണ് പള്ളിയുടെ മാനേജിങ് കമ്മിറ്റി 1110 ഉടമ്പടിയെ ഇല്ലാതാക്കുന്നത്? ഈ മാനേജിങ് കമ്മിറ്റി എങ്ങനെയാണ് ജയിച്ച് പള്ളിയുടെ ഭരണത്തിൽ വന്നിരിക്കുന്നത്? 1110 ഉടമ്പടി അനുസരിച്ച് മാത്രമാണ് വന്നിരിക്കുന്നത്. ആ 1110 ഉടമ്പടിയെ
വലിച്ചു കീറിക്കൊണ്ട് പള്ളിയുടെ കമ്മിറ്റിക്കാര് 10ഓളം വരുന്ന കമ്മിറ്റിക്കാരും കൈക്കാരന്മാരൊക്കെ എന്ത് പറഞ്ഞു? ഇവിടെ 34 അനുസരിച്ച് ഇതിന് വേണ്ടിയിട്ട് കൈമുക്കിയവരുണ്ട് ഇവിടെ. ഇടവക്കാരെ നിങ്ങളത് അന്വേഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വസ്തുതയിലേക്ക് വരാം. എന്തിനാണ് സഭാ നേതൃത്വം 1110 ഉടമ്പടിയെ നിഷേധിക്കുന്നത്? ഇപ്പൊ തുടർച്ചയായിട്ട് ചെറിയ പള്ളിയിൽ തന്നെയാ സ്വീകരണം. നമ്മുടെ കാതോലിക്ക ബാവയ്ക്ക് പള്ളിയിൽ വന്ന് സ്വീകരണം നടത്തി, പള്ളിയിൽ വന്ന് വീണ്ടും 2ാമത് കുർബാന നടത്തി, വീണ്ടും പള്ളിയിൽ വന്ന് ഒരു വലിയൊരു തുക എടുത്തോണ്ട് പോയി, വീണ്ടും കഴിഞ്ഞ ദിവസം നമ്മുടെ ഡെന്റൽ കോളേജിൽ സ്വീകരണം, ഇനി വരും ദിവസങ്ങളിൽ മാർബേഴ്സ് സ്കൂളിൽ സ്വീകരണം, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ എംബിറ്റ്സ് കോളേജിൽ സ്വീകരണം. എനിക്ക് മനസ്സിലാകണില്ല, എല്ലാം പള്ളിയുടെ സ്ഥാപനങ്ങളല്ലേ? അത് വേറെ എങ്ങൊരു സ്ഥലത്തും സ്വീകരണം കൊടുക്കാൻ ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങോട്ട് തന്നെ വരുന്നത്? എന്റെ ചോദ്യം അതാ. കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണ്ടേ? ഇടയ്ക്ക് ആ കാര്യം കൂടെ പറയണം. അപ്പൊ ഈ തുടർച്ചയായിട്ട് വരവിന്റെ ഉദ്ദേശത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ 1110 ഉടമ്പടി വികാരി വിളിച്ചു പറയാൻ മടിക്കുന്നത്. സഭാ നേതൃത്വത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ അങ്ങനെ കേൾക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഒരു കാര്യം ഞാൻ ബഹുമാനപ്പെട്ട വികാരി അച്ഛനോട് പറയുകയാണ്, ഇത്രയും കാലമായിട്ട് അങ്ങ് ചാർജ് എടുത്തതിന് ശേഷം ഞാൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല അങ്ങയെക്കുറിച്ച്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന വികാരിയെക്കുറിച്ച് ഞാൻ പരാമർശിച്ചിട്ടുള്ള പരാമർശം എന്താണെന്ന് താങ്കൾ കേട്ടിട്ടുണ്ട്, സഹവൈദികരും പലരും കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങയെക്കുറിച്ചും ചിലതെല്ലാം പറയേണ്ടതായിട്ട് വരും. ജോസ് തച്ചേത്തുകൂടി എന്ന അച്ഛനോടാ പറയണത്. 1110 ഉടമ്പടി അനുസരിച്ചാണ് നിങ്ങൾ ഇവിടെ നിയമിച്ചാക്കിയിരിക്കുന്നത് ഇടവക പൊതുയോഗം. അത് മനസ്സിലാക്കാതെ ആണെങ്കിൽ എങ്ങോടെങ്കിലും ട്രാൻസ്ഫർ മേടിച്ചുകൊണ്ട് പൊക്കോ, അതാണ് ഏറ്റവും നല്ലത്. ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങളിവിടെ സ്ഥിരം ഇരുത്തി വാഴിച്ചോളാന്ന്. ഒരു വാഴിക്കലും നടക്കൂല. ജോസ് പെരച്ചവിലേക്ക് അതിന് കിട്ടിയ അവസരം, ഇവിടെ ഉടമ്പടി ഇല്ല, കേസാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പുകമറ സൃഷ്ടിച്ചതിന്റെ ഫലമായിട്ടാ ഇപ്പൊ ഇവിടെ ഒരു കേസുമില്ല, ഒരു പിണ്ണാക്കും ഇല്ല കേട്ടോ. വെറുതെ സമയം വെറുതെ കളയണ്ട അച്ഛാ, ട്രാൻസ്ഫർ മേടിച്ച് പോകാനുള്ള പരിപാടി നോക്ക്. ഇവിടെ 1110 ഉടമ്പടി അനുസരിച്ച് വിളിച്ചില്ല എങ്കിൽ ഇടവക്കാര് അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. താങ്കൾ മണിയും കിലുക്കിക്കൊണ്ട് താഴോട്ട് ഇറങ്ങിയാലൊന്നും നടക്കൂല. താഴെ പോയിട്ട് എവിടെ പോയിരിക്കാനാ താങ്കൾ പോണത്? ചെറിയ പള്ളി ഞങ്ങളുടേതാണ്, ഇടവക്കാരുടെയാണ്. ആരെങ്കിലും 5ഓ 6ഓ പീറകൾ പറഞ്ഞു കേട്ടുകൊണ്ട് താങ്കൾ വേണ്ടാത്തത് കാണിക്കാനായിട്ട് നോക്കിയാൽ കളി കാര്യം മാറും. ഇതൊരു വാണിംഗ് ആണ് തരുന്നത് താങ്കൾക്ക്. ഇനി ഇത് സംസാരിക്കലുണ്ടാകില്ല, ഇനി ഞങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചു തരും. തന്നെയുമല്ല, മെസ്സേജ് ഇന്നും വളരെയധികം നീണ്ടുപോയതുകൊണ്ട് നിർത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ട് നിർത്തിയേക്കാം. ഭരണസമിതിയോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന മാതിരിയല്ല കാര്യങ്ങളുടെ പോക്ക്. ശ്രീമാൻ KK ജോസഫിനോട് തന്നെയാ പറയണത്. KK ജോസഫും എബി വർഗീസും ആണല്ലോ ഇപ്പൊ ഭരണസമിതിയെ പിടിച്ച് രക്ഷിക്കാനായിട്ട് നടക്കുന്നത്. കാര്യങ്ങളുടെ പോക്ക്, കാര്യങ്ങളുടെ ഗതി മാറിയിരിക്കുന്നു എന്ന് KK ജോസഫ് ഓർപ്പിക്കുന്നത് നല്ലതാണ്. ഭരണസമിതിയെ, പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റിയെ ഓർപ്പിക്കുന്നത് നല്ലതാണ്. എന്താണ് പറഞ്ഞതെന്ന് KK ജോസഫിന് അറിയാം. പക്ഷെ KK ജോസഫ് അറിഞ്ഞില്ല എന്ന് പറയും. കാര്യത്തിന്റെ ഗതി മാറിയിരിക്കുകയാണ്. ഇത് സൂചനയാണ് ഞാൻ തരുന്നത്. സൂചന 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 കണ്ടു പഠിച്ചില്ലെങ്കിൽ കാര്യത്തിന്റെ ഗതി മാറും. ഇതെന്ത് ചെയ്യും? ആളിപ്പടരും, നീളപ്പടരും, ആളിപ്പടരും കേട്ടോ. ഞാനൊരു മുദ്രാവാക്യം പോലെ വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്കൊരു സൂചനയാണ് തരുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
അപ്പോൾ ഞാൻ പറയാം, നീ ഒന്ന് മുദ്രാവാക്യം വിളിച്ചാൽ ഒരു പുല്ല് ഇവിടെ നടക്കൂലടാ എന്നാണ് മാനേജിംഗ് കമ്മിറ്റിയുടെ ആഗ്രഹം എന്ന് എനിക്കറിയാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കുര്യാക്കോസ് മണ്ണാവറമ്പേൽ. ഓക്കെ, മണ്ണാവറമ്പേൽ.